ഹായ് ഗെയ്സ്. ഞാൻ ഒരു പാർട്ടിയിലും പെട്ട ആളല്ല. എന്നാലും ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഈ എൽഡിഎഫ് സർക്കാരിന്റെ കീഴില് 2 മന്ത്രിമാരുണ്ടായിരുന്നു. അവർക്ക് കൊടുത്തിട്ടുള്ള ജോലി 100% സത്യസന്ധതയോടെ ചെയ്തത്. ഒന്ന് കെ.ബി. ഗണേഷ് കുമാർ, മറ്റേത് വി. ശിവൻകുട്ടി. ഈ 2 മന്ത്രിമാര് തോറ്റതിലാണ് എനിക്ക് പേഴ്സണലി ഇത്തിരിയെങ്കിലും വിഷമമുള്ളത്. കാരണം ബാക്കി ആര് തോറ്റാലും കുഴപ്പമില്ല. പക്ഷേ ഇവര് തോറ്റതിൽ ഒരു പേഴ്സണലായിട്ടൊരു വിഷമമുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അത്രയ്ക്കധികം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഇമ്പ്രൂവ് ആയി. ഈ ഈ വി. ശിവൻകുട്ടി വന്നതിന് ശേഷം. ഹൈടെക് ക്ലാസ് റൂമുകളായി. ഫുഡിൽ ചില സ്ഥലങ്ങളിൽ മന്തി വരെ കൊടുത്തെന്ന് അറിയാൻ കഴിഞ്ഞു. പിന്നെ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് മാറി. അതായത് കുട്ടികൾക്ക് എന്തുണ്ടെങ്കിലും ഈ മന്ത്രിയെ വിളിച്ച് സംസാരിക്കാം. അങ്ങനത്തെ ഉള്ളൊരു രീതിയായി. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വേറെ ലെവലിലേക്ക് പോയി. പിന്നെ രണ്ടാമത് നമ്മുടെ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സാറ്. സാറിനെ കൊണ്ട് പറ്റും പോലെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പണ്ട് കട്ടപ്പുറത്തിരുന്ന കെ.എസ്.ആർ.ടി.സി എന്ന് പറയുന്ന ഒരു സംഭവത്തെ എടുത്ത് മാറ്റി ഒരു ദിവസം 13 കോടി കളക്ഷൻ കിട്ടിയ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പുള്ളിക്കാരന് കഴിഞ്ഞു. പുള്ളിക്കാരൻ്റെ കുറേ ഐഡിയകളുള്ള ആളായിരുന്നു. അതായത് പുള്ളിക്കാരൻ ബിസിനസ് ക്ലാസ് കൊണ്ടുവന്നു. കെ.എസ്.ആർ.ടി.സിയിൽ നമ്മൾ മറന്നുപോയ കെ.എസ്.ആർ.ടി.സിയുടെ ആ ഒരു ഡിസൈൻ നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് കെ.എസ്.ആർ.ടി.സിയിൽ കൊണ്ടുവന്ന ഒരു മന്ത്രിയാണ് കെ.ബി. ഗണേഷ് കുമാർ. റൈഡ് റോൾസ് പോലത്തെ ഫുഡ് കാര്യങ്ങൾ, അതുപോലെ ബസ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അങ്ങനെ ഈ 2 വകുപ്പും എൽ.ഡി.എഫ് സർക്കാരിൽ ഈ 2 മന്ത്രിമാരും അവർക്ക് കൊടുത്തിട്ടുള്ള നല്ല 100% നീതിയോടെയും സത്യസന്ധതയോടെയും ചെയ്തിട്ടുണ്ട്. ബാക്കി മന്ത്രിമാരെ കുറിച്ച് പറയാൻ എനിക്കൊന്നുമില്ല. കാരണം ബാക്കി മന്ത്രിമാരൊന്നും എനിക്ക് അവർ പ്രത്യേകിച്ച് അതായത് ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ ഘടകമാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും. വിദ്യാഭ്യാസം ഓക്കെ, നല്ല അടിപൊളിയായിട്ട് പോയി. പക്ഷേ ആരോഗ്യം എന്ന് പറയുന്നത് വൻ പരാജയമായിരുന്നു. പ്രത്യേകിച്ച് പറയേണ്ടത് വീണ ജോർജ് എന്താണ് ആരോഗ്യത്തിൽ ചെയ്തത്? കുറേ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ മന്ത്രി വന്നതിന് ശേഷം, അതായത് കത്രിക വെച്ച് സ്റ്റിച്ച് ചെയ്ത് വിട്ട അതിനകത്ത് കത്രിക വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വിട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടിക്ക് ചികിത്സാ പിഴവ് മൂലം കൈ പോയ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിലുണ്ട്. ഈ നെടുമങ്ങാട് ആശുപത്രിയിലൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത്? അവിടുത്തെ എന്നാലും എന്തെങ്കിലും പുള്ളിക്കാരി ചോദിച്ചാൽ പുള്ളിക്കാരി പറയും ഒരു പ്രശ്നമില്ല, സർക്കാരെല്ലാം നോക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഒരു മന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് വൻ പരാജയമായിരുന്നു. 2 പേരാണ് അവർ ആ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രി എന്ന് പറയുന്നത്. ഒന്ന് കെ.ബി. ഗണേഷ് കുമാർ, മറ്റേത് വി. ശിവൻകുട്ടി. ഈ 2 പേരും അവരുടെ കൊടുത്തിട്ടുള്ള വകുപ്പ് നല്ല അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്ത് നല്ല മികച്ച രീതിയിൽ പോയി. ഇവർ 2 പേരും തോറ്റില്ല എനിക്ക് പേഴ്സണലി നല്ല വിഷമമുണ്ട്. കാരണം ഇവർ 2 പേരും ഒരു മന്ത്രി എന്ന നിലയിൽ അവർക്ക് കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ട് ചെയ്തൊരു മന്ത്രിയായിരുന്നു. വി. ശിവൻകുട്ടിയൊക്കെ സത്യം പറഞ്ഞാൽ ഒരിക്കലും ഞാൻ തോക്കുമെന്ന് വിചാരിച്ചില്ല. വി. ശിവൻകുട്ടിയും കെ.ബി. ഗണേഷ് കുമാറും ഞാൻ തോക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് പ്രവർത്തിച്ച മന്ത്രിമാരായിരുന്നു. ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫ് എന്തോ ആയിക്കോട്ടെ, അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. പക്ഷേ അവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വം അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അവർ തോറ്റുപോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ യു.ഡി.എഫിന്റെ കയ്യിലാണ് കേരളം വരുന്നത്. യു.ഡി.എഫ് നല്ല രീതിക്ക് ഭരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം യു.ഡി.എഫ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യമായ യാത്ര. പക്ഷേ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമത് കെ.വി. ഗണേഷ് കുമാർ പറഞ്ഞു കെ.എസ്.ആർ.ടി.സി നഷ്ടത്തിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ അതൊന്ന് കരകയറി വരികയായിരുന്നു. ഇനിയിപ്പോൾ കൊണ്ടുവന്ന് ഈ മന്ത്രിസഭ വന്നിട്ട് അതിനെല്ലാം പെണ്ണുങ്ങൾക്ക് ഫ്രീ ആക്കുകയാണെങ്കിൽ പിന്നെ എന്ത് വരുമാനമാണ് കിട്ടുന്നത്? ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പൈസ കൊടുക്കണ്ടേ? അതിന് പിന്നെ കടം വാങ്ങിച്ച് കൂട്ടി കടം വാങ്ങിച്ച് പോയാൽ മതിയോ? അതൊന്നും എനിക്കൊരു വർക്കാവുന്ന കാര്യമായിട്ട് തോന്നുന്നില്ല. പിന്നെ അങ്ങനെ ഇതൊക്കെയാണ് പറയാനുള്ളത്. എനിക്കല്ലാതെ ഇവർ 2 പേരും തോറ്റതിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ടാവുന്നുണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.